പ്രിയപ്പെട്ട കുട്ടികളെ, ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് എങ്ങനെ നമുക്ക് തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനു മുമ്പ് എന്താണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ? ഇരു സൈഡുകളിലും 2 എമൗണ്ട് കോളങ്ങളോട് കൂടിയ ക്യാഷ് ബുക്കാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ 2 കോളം ക്യാഷ് ബുക്ക്. ഏതാണ് ഈ 2 എമൗണ്ട് കോളങ്ങൾ? ഒന്ന് ക്യാഷ് കോളം, അതുപോലെ തന്നെ ബാങ്ക് കോളം. യഥാർത്ഥത്തിൽ ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും ഒരുമിച്ച് കൂടിയതാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ക്യാഷ് ഇടപാടുകളെല്ലാം നമ്മൾ ക്യാഷ് കോളങ്ങളിൽ രേഖപ്പെടുത്തും. അതേസമയം ബാങ്ക് ഇടപാടുകളെല്ലാം നമ്മൾ ബാങ്ക് കോളങ്ങളിൽ രേഖപ്പെടുത്തും. എന്നാൽ ചില ട്രാൻസാക്ഷനുകളുണ്ട്, ക്യാഷും ബാങ്കിനും ഇടയിൽ വരുന്ന ചില ട്രാൻസാക്ഷനുകളുണ്ട്. ഉദാഹരണം, ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട്, ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക്. ഈ 4 ട്രാൻസാക്ഷനുകളിലും വരുന്ന 2 ആസ്പെക്റ്റുകൾ ഒന്ന് ക്യാഷും മറ്റൊന്ന് ബാങ്കുമാണ്. അതുകൊണ്ട് ഇത് ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഇരു സൈഡിലും പ്രത്യക്ഷപ്പെടും. ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഇരു സൈഡിലും പ്രത്യക്ഷപ്പെടുന്ന ഈ ജേണൽ എൻട്രിയെയാണ് നമ്മൾ കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്. കോൺട്രാ എൻട്രി. എന്താ കോൺട്രാ എൻട്രി? ഇറ്റ് ഈസ് എ ജേണൽ എൻട്രി വിച്ച് അപ്പിയേഴ്സ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഇരു സൈഡുകളിലും പ്രത്യക്ഷപ്പെടുന്ന ജേണൽ എൻട്രിയാണ് കോൺട്രാ എൻട്രി. കോൺട്രാ എൻട്രിക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം, അല്ലെങ്കിൽ കോൺട്രാ എൻട്രിക്ക് കാരണക്കാരായ ഇടപാടുകൾ ഏതെല്ലാം? ഒന്ന്, ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. 2, ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട്. 3, ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. 4, വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക്. ഇവ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഇരു സൈഡിലും പ്രത്യക്ഷപ്പെടും. ഡബിൾ കോളം ക്യാഷ് ബുക്കില് നമ്മൾ രേഖപ്പെടുത്തുവാൻ പോസ്റ്റിംഗിന്റെ റൂൾ അറിഞ്ഞാൽ മതി. ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റ് എഴുതണം, ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഡെബിറ്റ് എഴുതണം. ആദ്യം നമ്മൾക്ക് ട്രാൻസാക്ഷൻ ഒന്ന് നോക്കാം. 1, 2012 ജനുവരി 1 ക്യാഷ് ബാലൻസ് 1500. ക്യാഷ് അക്കൗണ്ട് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുക. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആണിത്. നമ്മൾ നേരത്തെ കണ്ടതാണ്, ഡെബിറ്റ് ബാലൻസ് ഉള്ള ഒരു അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ഡെബിറ്റ് സൈഡിലായിരിക്കും. അതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ട ഇനമാണിത്. ബാലൻസ് ബ്രോഡ് ഓൺ, എന്നിട്ട് ക്യാഷ് കോളത്തിൽ 1500. ബാങ്ക് ബാലൻസ്. ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് ക്രെഡിറ്റ് എന്ന് തരണം. ഇത് ഡെപ്പോസിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നത്. ക്യാഷ് അറ്റ് ബാങ്കിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ക്യാഷ് അറ്റ് ബാങ്ക് ഡെബിറ്റ് ബാലൻസ് ആണ്, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് കാണിക്കുന്നു. ഡെബിറ്റ് സൈഡിലാണ് ഇത് രേഖപ്പെടുത്തേണ്ടത്. ബാലൻസ് ബ്രോഡ് ഓൺ 8000. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ജേണൽ എൻട്രി, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ സെയിൽസ് അക്കൗണ്ട്. ഏത് കോളം? ക്യാഷ് കോളം. നെക്സ്റ്റ്, പെയ്ഡ് വേജ് ബൈ ചെക്ക്. പെയ്ഡ് വേജ് ബൈ ചെക്ക് എങ്ങനെ എഴുതാം? വേജ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് ക്രെഡിറ്റ്. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വേജ് എന്ന് രേഖപ്പെടുത്തുക. എന്നിട്ട് ഏത് കോളത്തിൽ എമൗണ്ട് എഴുതണം? ഏത് ട്രാൻസാക്ഷനാ? ബാങ്കിങ് ട്രാൻസാക്ഷനാണ്. അതുകൊണ്ട് ബാങ്ക് കോളത്തിൽ എഴുതണം. റിസീവ്ഡ് ചെക്ക് ഫ്രം മിസ്റ്റർ കണ്ണൻ. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു കണ്ണൻ അക്കൗണ്ട്. ക്യാഷ് ഡെബിറ്റ്. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കണ്ണൻ, ക്യാഷ് കോളം, ₹3000. ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ഇത് കോൺട്രാ എൻട്രി ആണ്. ബാങ്ക് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് അക്കൗണ്ട് എന്ന് രേഖപ്പെടുത്തുക. എന്നിട്ട് എമൗണ്ട് ബാങ്ക് കോളത്തിൽ എഴുതുക. തുടർന്ന് ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ, ഇവിടെ ക്രെഡിറ്റ് ക്യാഷ് ആണ്, അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബാങ്ക് അക്കൗണ്ട് എന്നെഴുതുക. തുടർന്ന് എമൗണ്ട് ക്യാഷ് കോളത്തിൽ എഴുതുക. നെക്സ്റ്റ്, പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ചെക്ക്.
പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് ക്രെഡിറ്റ്, അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ പർച്ചേസസ് എന്ന് എഴുതണം, ബാങ്ക് കോളം. എമൗണ്ട് 2000. അടുത്തത് വിഡ്രോ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. വിഡ്രോ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഇത് കോൺട്രാ എൻട്രി ആണ്. ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ രണ്ട് സൈഡിലും പ്രത്യക്ഷപ്പെടും. ഓക്കെ, അവിടെ നമ്മൾ ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ, ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എന്തെഴുതണം? ക്യാഷ് അക്കൗണ്ടിന്റെ വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക്, വിഡ്രോ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ബാങ്ക് എന്നെഴുതണം, എന്നിട്ട് ക്യാഷ് കോളത്തിൽ എമൗണ്ട് എഴുതണം. അതേസമയം ബാങ്ക് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ, ബാങ്ക് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് എന്നെഴുതണം, ക്യാഷ് എന്നെഴുതണം, എന്നിട്ട് എമൗണ്ട് ബാങ്ക് കോളത്തിൽ രേഖപ്പെടുത്തണം. ഇഷ്യൂഡ് ചെക്ക് ടു മിസ്റ്റർ ദേവയാനി. ഇഷ്യൂഡ് ചെക്ക് ടു മിസ് ദേവയാനി. ദേവയാനി അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് ക്രെഡിറ്റ്, ക്രെഡിറ്റ് സൈഡിൽ ദേവയാനി, എമൗണ്ട് 600, ബാങ്ക് കോളം. വിഡ്രോ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ്. വിഡ്രോ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ്. വരുന്ന ജേണൽ എൻട്രി എന്താ? ഡ്രോയിങ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ, ബാങ്ക് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എന്തെഴുതണം? ഡ്രോയിങ്, എന്നിട്ട് ബാങ്ക് കോളം ₹700. ക്യാഷ് പർച്ചേസ്, പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ്, അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ പർച്ചേസസ്, ക്യാഷ് കോളം ₹1200. എങ്ങനെ നമ്മൾക്ക് ഡബിൾ കോളം ക്യാഷ് ബുക്ക് വരച്ച് ഇത് പോസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇനി എങ്ങനെ നമുക്ക് ഡബിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. 2012 ജനുവരി 1 ക്യാഷ് ബാലൻസ്. ക്യാഷ് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ഡെബിറ്റ് സൈഡിലായിരിക്കും. അതുകൊണ്ട് ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എഴുതേണ്ടത്. നമ്മൾ എഴുതുന്നത് 2012 ജനുവരി 1 ബാലൻസ് ബ്രോട്ട് ഡൗൺ. ക്യാഷ് കോളത്തിൽ എത്രയാണോ ഇതിന്റെ ബാലൻസ്, ക്യാഷ് ബാലൻസ് എത്ര? 1500 ക്യാഷ് കോളം. ആദ്യത്തത് നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി ബാങ്ക് ബാലൻസ്. ബാങ്ക് ബാലൻസ്, ബാങ്ക് ബാലൻസും ഇത് ഡെബിറ്റ് ബാലൻസ് ആണ്. അതേസമയം ബാങ്ക് ചിലപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് കാണിക്കാം, ഓവർ ഡ്രാഫ്റ്റ് കാണിക്കാം. അങ്ങനെയെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് സൈഡിൽ എന്ത് എഴുതും? 2012 ജനുവരി 1 ബാലൻസ് ബ്രോഡാൺ ബാങ്ക് കോളത്തിൽ എഴുതും. ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ തന്നെയാണ് ഓപ്പണിംഗ് ബാലൻസ് എഴുതേണ്ടത്. ബാലൻസ് ബ്രോഡാൺ. ഇവിടെ രണ്ടാമത് ഇനി രേഖപ്പെടുത്തേണ്ടതില്ല. അതിന് നേർക്ക് ബാങ്കിന്റെ ബാലൻസ് 8000 ബാങ്ക് കോളത്തിൽ രേഖപ്പെടുത്തുക. ബാലൻസ് ബ്രോഡാൺ. ക്യാഷ് 1500, ബാങ്ക് 8000. മനസ്സിലായോ? അതേസമയം ബാങ്ക് ചിലപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുകയാണ്. എന്താ ചെയ്യുക? ബാങ്ക് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടെ 2012 ജനുവരി 1 ബാലൻസ് ബ്രോഡാൺ എന്നിട്ട് ബാങ്ക് കോളത്തിൽ എമൗണ്ട് എഴുതും. ഇനി സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. പറ എന്താ ജേണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട്. ഇത് ക്യാഷ് അക്കൗണ്ടുമാണ് ബാങ്ക് അക്കൗണ്ടുമാണ്. അങ്ങനെയെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട് എന്നാണ് വരുന്നതെങ്കിൽ ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എന്തെഴുതണം? അതിന്റെ ക്രെഡിറ്റ് എഴുതണം. ഏതാണ്? സെയിൽസ് അക്കൗണ്ട്. ഏതാ ഡേറ്റ്? 5-ാം തീയതി. ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് കോളത്തിൽ എമൗണ്ട് എഴുതണം? ക്യാഷ് കോളത്തിൽ എമൗണ്ട് എഴുതണം. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട് ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ സെയിൽസ് അക്കൗണ്ട് എന്ന് എഴുതുക. ക്യാഷ് കോളത്തിൽ എമൗണ്ട് രേഖപ്പെടുത്തുക. എത്ര? 4000. അടുത്തത് 6-ാം തീയതി. പെയ്ഡ് വേജസ് ബൈ ചെക്ക്. പെയ്ഡ് വേജസ് ബൈ ചെക്ക്. വേജസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. പെയ്ഡ് വേജസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്.
ഇത് ഡബിൾ കോളം ക്യാഷ് ബുക്ക് ക്യാഷ് അക്കൗണ്ടുമാണ് ബാങ്ക് അക്കൗണ്ടുമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ബാങ്ക് ആണ്, ബാങ്ക് ട്രാൻസാക്ഷൻ ആണ്, ബാങ്കിങ് ട്രാൻസാക്ഷൻ ആണ്. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എന്തെഴുതണം? അതിന്റെ ഡെബിറ്റ് ആയ വേജസ് എന്ന് എഴുതണം. അതുകൊണ്ട് ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ക്രെഡിറ്റ്, അതായത് ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ആണ്. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ അതിന്റെ ഡെബിറ്റ് ആയ വേജസ് അക്കൗണ്ട് എന്ന് എഴുതി. വേജസ് അക്കൗണ്ട്. ഡേറ്റ് 2012 ജനുവരി 6. ഇനി ഏത് കോളത്തിലാണ് എമൗണ്ട് എഴുതേണ്ടത്? ജേണൽ എൻട്രി നോക്കുക. വേജസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വേജസ് അക്കൗണ്ട് എന്ന് എഴുതി. എന്നിട്ട് ഏത് എമൗണ്ട് കോളത്തിലാണ് കൊടുക്കേണ്ടത്? ബാങ്കിന്റെ എമൗണ്ട് കോളത്തിലാണ് എഴുതേണ്ടത്. ബാങ്കിന്റെ എമൗണ്ട് കോളത്തില് എമൗണ്ട് 500. അടുത്തത് റിസീവ്ഡ് ചെക്ക് ഫ്രം മിസ്റ്റർ കണ്ണൻ ₹3000. കണ്ണനിൽ നിന്ന് ചെക്ക് കിട്ടി. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു കണ്ണൻ അക്കൗണ്ട്. നിങ്ങൾ പറ, എവിടെ എഴുതാ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു കണ്ണൻ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കണ്ണൻ എന്ന് എഴുതണം. എന്നിട്ട് ഏത് കോളം? ക്യാഷ് കോളം അല്ലെ? ഡെബിറ്റ് ചെയ്തത് ഏത് ഏത് അക്കൗണ്ടിലാണ്? ആ എമൗണ്ട് കോളത്തിലാണ് എഴുതേണ്ടത്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു കണ്ണൻ അക്കൗണ്ട്. ഡേറ്റ് 10 10 കണ്ണൻ. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു കണ്ണൻ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കണ്ണൻ അക്കൗണ്ട്. എമൗണ്ട് ക്യാഷ് കോളത്തിൽ എഴുതുക. എമൗണ്ട് 3000. അടുത്തത് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. എന്താ ജേണൽ എൻട്രി? ജേണൽ എൻട്രി വരുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ഇനി നോക്കാം. ബാങ്ക് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും രണ്ടും ഇവിടെ വരുന്നുണ്ട്. ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഇരു സൈഡിലും ഇത് പ്രത്യക്ഷപ്പെടും. അതുകൊണ്ട് ആദ്യം നമ്മൾ ഡെബിറ്റിന്റെ പോസ്റ്റിംഗ് നടത്തുകയാണ്. ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റ് എഴുതണം. ബാങ്ക് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എന്ത് എഴുതണം? അതിന്റെ ക്രെഡിറ്റ് ആയ ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതണം. ക്യാഷ് അക്കൗണ്ട്. എമൗണ്ട് ഡേറ്റ് 15. ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എന്ത് എഴുതി? അതിന്റെ ക്രെഡിറ്റ് എഴുതി. അതിന്റെ ക്രെഡിറ്റ്. ഇനി ഏത് കോളത്തിലായി എമൗണ്ട് എഴുതേണ്ടത്? ഏതാ ഡെബിറ്റ് ചെയ്ത അക്കൗണ്ട് നോക്കുക. ആ കോളത്തിലാണ് നമ്മൾ എമൗണ്ട് രേഖപ്പെടുത്തേണ്ടത്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. അങ്ങനെയെങ്കിൽ ബാങ്ക് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് അക്കൗണ്ട് എഴുതുക. ബാങ്ക് കോളത്തിൽ എമൗണ്ട് എഴുതുക. ബാങ്ക് കോളത്തിൽ എത്ര എമൗണ്ട്? ബാങ്ക് കോളത്തിൽ 1500. ഇനി ഇത് കോൺട്രാ എൻട്രി ആണ് എന്ന് സൂചിപ്പിക്കാനായി സി എന്ന ലെറ്റർ ലെഡ്ജർ ഫോളിയോ കോളത്തിൽ നൽകണം. സി എന്ന ലെറ്റർ ലെഡ്ജർ ഫോളിയോ കോളത്തിൽ കൊടുക്കണം. ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിന്റെ പോസ്റ്റിംഗ് നടത്തി കഴിഞ്ഞു. എന്താണ്? ബാങ്ക് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് അക്കൗണ്ട് എഴുതി ബാങ്ക് കോളത്തിൽ എമൗണ്ട് രേഖപ്പെടുത്തി. ഇനി ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ട് എടുക്കുക. ഏതാ? ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ അതിന്റെ ഡെബിറ്റ് എഴുതണം. ഏതാ ഡെബിറ്റ്? ബാങ്ക്. ക്യാഷ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ അതിന്റെ ഡെബിറ്റായ ബാങ്ക് അക്കൗണ്ട് എടുക്കുക. ഡേറ്റ് 15. എന്നിട്ട് ഏത് കോളത്തിലാണ് എമൗണ്ട് എഴുതേണ്ടത്? ഏതാണോ ക്രെഡിറ്റ് എഴുതിയ നോക്കുക. ആ കോളത്തിലാണ് എമൗണ്ട് കൊടുക്കേണ്ടത്. എന്താ ജേണൽ എൻട്രി? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അല്ലെ? ക്രെഡിറ്റ് ക്യാഷ് ആണ്. അതുകൊണ്ട് ക്യാഷ് കോളത്തിൽ എമൗണ്ട് രേഖപ്പെടുത്തുക. ക്യാഷ് കോളത്തിൽ ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ അതിന്റെ ഡെബിറ്റ് എഴുതി. അതായത് ക്യാഷ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ അതിന്റെ ഡെബിറ്റ് ആയ ബാങ്ക് അക്കൗണ്ട് എഴുതി. തുടർന്ന് ക്യാഷ് കോളത്തിൽ എമൗണ്ട് രേഖപ്പെടുത്തി. ഇവിടെ ബാങ്കിൽ എമൗണ്ട് കൂടി അല്ലെ? ബാങ്കിൽ പണം നിക്ഷേപിക്കുമ്പോൾ ബാങ്കിൽ എമൗണ്ട് കൂടി. അതേസമയം നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു. ഇങ്ങനെയാണ് വരിക. ഇനി സി എന്ന ലെറ്റർ, ഇത് കോൺട്രാ എൻട്രി ആണ്. ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഇരു സൈഡിലും പ്രത്യക്ഷപ്പെടുന്ന ജേണൽ എൻട്രി ആണ്. അത് സൂചിപ്പിക്കാനായി സി എന്ന ലെറ്റർ ലെഡ്ജർ ഫോളിയോ കോളത്തിൽ നൽകുക. ഇനി അടുത്തത് പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ചെക്ക്. ജേണൽ എൻട്രി പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. എവിടെ എഴുതാ? ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ആണ്. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ പർച്ചേസ് അക്കൗണ്ട് എന്ന് എഴുതുക.
പർച്ചേസ് അക്കൗണ്ട്, ഡേറ്റ് 17. ഏത് കോളാണ്, ഏത് കോളത്തിലാണ് എമൗണ്ട് രേഖപ്പെടുത്തേണ്ടത്? ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ട് ഏതാണോ ആ അക്കൗണ്ടിന്റെ ആ എമൗണ്ട് കോളത്തില ഏതാ? ബാങ്ക് ആണ് അല്ലെ, ബാങ്ക് ആണ്. അതുകൊണ്ട് ബാങ്കിന്റെ കോളത്തിൽ നമ്മൾ എമൗണ്ട് എഴുതുക. എമൗണ്ട് 2000. പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ചെക്ക് വരുന്ന ജേർണൽ എൻട്രി പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ പർച്ചേസസ് അക്കൗണ്ട് എന്ന് എഴുതി, എന്നിട്ട് ബാങ്ക് കോളം. അടുത്തത് വിഡ്രൂ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. വിഡ്രൂ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. ഓഫീസ് ഉപയോഗത്തിന് വേണ്ടി ബാങ്കിൽ നിന്നും പണം പിൻവലിച്ചു. ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഇതാണ് ജേർണൽ എൻട്രി. ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കുമ്പോൾ വരുന്ന ജേർണൽ എൻട്രി ഇതാണ്, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഇത് കോൺട്രാ എൻട്രി ആണ്. ഇത് കോൺട്രാ എൻട്രി ആണ്. അതുകൊണ്ട് ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഇരു സൈഡിലും പ്രത്യക്ഷപ്പെടും. ഇനി ആദ്യം ഡെബിറ്റ് ചെയ്ത അക്കൗണ്ട് എടുക്കുക, ഡെബിറ്റിന്റെ പോസ്റ്റിംഗ് നടത്തുക. ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ അതിന്റെ ക്രെഡിറ്റ് എഴുതണം. എന്താ എഴുതുക? അപ്പോൾ ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ അതിന്റെ ക്രെഡിറ്റ് ആയ ബാങ്ക് അക്കൗണ്ടിനെ നമ്മൾ എഴുതും, ഡെബിറ്റ് സൈഡിൽ എഴുതും ബാങ്ക് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ബാങ്ക് അക്കൗണ്ട് എന്ന് എഴുതും. ഏത് കോളത്തിലെ എമൗണ്ട് രേഖപ്പെടുത്തുക? ഡെബിറ്റ് ആണ്. അപ്പൊ ഡെബിറ്റ് ഏതാ നോക്കുക, അതിന്റെ കോളത്തിൽ ഏതാ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ക്യാഷ് ആണ് ഡെബിറ്റ്, അതുകൊണ്ട് ക്യാഷ് കോളത്തിൽ എമൗണ്ട് രേഖപ്പെടുത്തുക. എമൗണ്ട് 1000. ഇത് കോൺട്രാ എൻട്രി ആണ് എന്ന് സൂചിപ്പിക്കാനായി സി എന്ന ലെറ്റർ ലെഡ്ജർ ഫോളിയോ കോളത്തിൽ നൽകുക. ഡേറ്റ് 20-ാം തീയതി. 20-ാം തീയതി. ഇനി ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിന്റെ പോസ്റ്റിംഗ് നടത്തി കഴിഞ്ഞു. ഇനി ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ട് ആണ് എടുക്കേണ്ടത്. ഏതാ ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ട്? ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട്. അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എന്ത് എഴുതണം? അതിന്റെ ഡെബിറ്റ് എഴുതണം. ഏതാ ഡെബിറ്റ്? ബാങ്ക് ക്രെഡിറ്റ് ആണ്. അങ്ങനെയെങ്കിൽ ബാങ്ക് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ അതിന്റെ ഡെബിറ്റ് എഴുതുക. ഏതാ ഡെബിറ്റ്? ഡെബിറ്റ് ക്യാഷ് അക്കൗണ്ട് ആണ്. ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട്. ഡേറ്റ് 20-ാം തീയതി. ഏത് കോളത്തിലായി എമൗണ്ട് രേഖപ്പെടുത്തേണ്ടത്? ക്രെഡിറ്റ് വന്നത് ഏത് അക്കൗണ്ട് ആണെന്ന് നോക്കാം, ബാങ്ക് അല്ലെ. അതുകൊണ്ട് ബാങ്ക് കോളത്തിലാണ് എമൗണ്ട് രേഖപ്പെടുത്തേണ്ടത്. നോക്കാം, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ബാങ്ക് അക്കൗണ്ട് എഴുതി, എന്നിട്ട് ക്യാഷ് കോളത്തിൽ എമൗണ്ട് എഴുതി. അതേസമയം ബാങ്ക് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതി, എന്നിട്ട് ഏത് കോളത്തിലാ? അവിടെ അറിഞ്ഞിരിക്കുക, ഏതാണോ ക്രെഡിറ്റ് നോക്കുക ആ എമൗണ്ട് കോളത്തിൽ. ഏതാ ക്രെഡിറ്റ്? ബാങ്ക് അല്ലേ. അങ്ങനെയാണെങ്കിൽ ബാങ്കിന്റെ എമൗണ്ട് കോളത്തിൽ നമ്മൾ 1000 എന്ന് ഇവിടെ രേഖപ്പെടുത്തി. ഇനി എന്ത് രേഖപ്പെടുത്തണം? സി എന്ന ലെറ്റർ ലെഡ്ജർ ഫോളിയോ കോളത്തിൽ രേഖപ്പെടുത്തണം. സി എന്ന ലെറ്റർ ലെഡ്ജർ ഫോളിയോ കോളത്തിൽ രേഖപ്പെടുത്തുക. ഇനി അടുത്തത് 25-ാം തീയതി. ഇഷ്യൂഡ് ചെക്ക് ടു മിസ് ദേവയാനി ₹600. 600 രൂപയുടെ ചെക്ക് ദേവയാനിക്ക് നൽകി. 600 രൂപയുടെ ചെക്ക് ദേവയാനിക്ക് നൽകി. ജേർണൽ എൻട്രി ദേവയാനി അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് ക്രെഡിറ്റ് ആണ്. അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ എന്തെഴുതണം? അതിന്റെ ഡെബിറ്റ് എഴുതണം. ബാങ്ക് ക്രെഡിറ്റ് അല്ലേ. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എന്തെഴുതണം? ദേവയാനി എന്ന് രേഖപ്പെടുത്തണം. ദേവയാനി. ദേവയാനി. ദേവയാനി അക്കൗണ്ട്. 25. ഏത് കോളത്തിലാണ് എമൗണ്ട് രേഖപ്പെടുത്തേണ്ടത്? ഏതാണ് ക്രെഡിറ്റ്? ഏതാ നോക്കുക, ക്രെഡിറ്റ് ബാങ്ക് ആണ്. അതുകൊണ്ട് ബാങ്കിന്റെ കോളത്തിലാണ് നമ്മൾ എമൗണ്ട് എഴുതേണ്ടത്. എത്ര? 600. അടുത്തത് 29-ാം തീയതി. വിഡ്രൂ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ്. വിഡ്രൂ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ്. ഡ്രോയിങ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഡ്രോയിങ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് ക്രെഡിറ്റ് അല്ലെ. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എന്ത് എഴുതണം? ഡ്രോയിങ് അക്കൗണ്ട് എന്ന് നമ്മൾ രേഖപ്പെടുത്തണം. ഡ്രോയിങ്സ് അക്കൗണ്ട്. 29-ാം തീയതി അല്ലെ. ഏത് കോളത്തിലാ എമൗണ്ട് രേഖപ്പെടുത്തേണ്ടത്? ഡ്രോയിങ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ബാങ്കിങ് ട്രാൻസാക്ഷൻ ആണ്. അതുകൊണ്ട് ബാങ്ക് കോളത്തിലാണ് എഴുതേണ്ടത്. എമൗണ്ട് എത്ര? 700. 700. ഇനി അവസാനത്തേത് ക്യാഷ് പർച്ചേസസ്. ക്യാഷ് പർച്ചേസസ്. പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റ് ടു
ക്യാഷ് അക്കൗണ്ട്. പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് ക്രെഡിറ്റ് അല്ലേ? അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എന്ത് എഴുതണം? പർച്ചേസസ് അക്കൗണ്ട് എഴുതണം. പർച്ചേസസ് അക്കൗണ്ട്. പർച്ചേസസ് അക്കൗണ്ട് ഏത് കോളം? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് ആണ്, ക്യാഷ് ഇടപാടാണ്, അതുകൊണ്ട് ക്യാഷ് കോളത്തിലാണ് എഴുതേണ്ടത്. പർച്ചേസസ് അക്കൗണ്ട് എന്ന് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. എന്നിട്ട് ക്യാഷ് കോളത്തിൽ എമൗണ്ട് രേഖപ്പെടുത്തുക 1200. ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ അതിന്റെ ഡെബിറ്റ് എഴുതി. എന്നിട്ട് ഏത് ട്രാൻസാക്ഷനാണ് നോക്കുക, അത് ക്യാഷ് ട്രാൻസാക്ഷൻ, അതുകൊണ്ട് ക്യാഷ് കോളത്തിൽ രേഖപ്പെടുത്തുക എമൗണ്ട്. ഇനി ഈ അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യണം. എങ്ങനെ ഈ അക്കൗണ്ട് നമുക്ക് ബാലൻസ് ചെയ്യാം? സാധാരണ ഒരു അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇത് ഈ ഡബിൾ കോളം ക്യാഷ് ബുക്കും ബാലൻസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഡബിൾ കോളം ക്യാഷ് ബുക്ക് ബാലൻസ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ കൂട്ടിയിടുന്നതിനുള്ള കോളങ്ങൾ റെഡിയാക്കി. ആദ്യം നമ്മൾ ബാലൻസ് ചെയ്യാൻ പോകുന്നത് ക്യാഷ് കോളമാണ്. ക്യാഷ് കോളം. ക്യാഷ് അക്കൗണ്ട് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ്, അതുകൊണ്ട് ഡെബിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഡെബിറ്റ് സൈഡിലായിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കുക. ഇവിടെ വന്ന എമൗണ്ടുകൾ ഒന്ന് നോക്കാം. ഡെബിറ്റ് സൈഡ് ടോട്ടൽ കാണുക. 1500, 4000, 3000, 1000, 4000, 4000, 8000, 9500. ഇരു സൈഡിലും ഏറ്റവും വലിയ എമൗണ്ട് എഴുതുക. 9500 ആണ് ഏറ്റവും വലിയ എമൗണ്ട്. അത് ഇരു സൈഡിലും രേഖപ്പെടുത്തി. ഈ 9500 നിന്ന് എത്ര തുക നമ്മൾ കുറയ്ക്കണം? 2700 രൂപ നമ്മൾ കുറയ്ക്കണം. 2700 കുറച്ചാൽ കിട്ടുന്ന സംഖ്യ 6800. 6800. ഇത് കുറവുള്ള സൈഡിൽ നമ്മൾ എഴുതുക 6800. അതിന് നേർക്ക് ബാലൻസ് ക്യാരിഡ് ഓൺ. ഡേറ്റ് ജനുവരി 1 ആണ്. അങ്ങനെയെങ്കിൽ ഇത് 31, ജനുവരി 31 എന്നായിരിക്കും. ഇത് എന്ത് ചെയ്യണം? ഇനി ഫെബ്രുവരി മാസത്തേക്ക് ബ്രോഡ് ഓൺ ചെയ്യണം. ഇവിടെ നമ്മൾ എഴുതുന്നത് ഫെബ്രുവരി 1. ബാലൻസ് ബ്രോട്ട് ഡൗൺ 6800. 6800. ഇതോടുകൂടി ക്യാഷ് അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത് ഏതാണ്? ബാങ്ക് കോളങ്ങളാണ്. ബാങ്ക് കോളം. ബാങ്ക് കോളത്തിന് ചിലപ്പോൾ ഡെബിറ്റ് സൈഡ് കൂടാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡ് കൂടാം. അതുകൊണ്ട് റഫായി 2 എമൗണ്ട് കോളങ്ങളും ഒന്ന് കൂട്ടി നോക്കുന്നത് നന്നായിരിക്കും. ഇവിടെ 8000ഉം 1500ഉം എത്ര? 9500. ഇവിടെയോ 2000, 3000, 3600, 4300, 4800. ഇത്ര 4800 ഇതിൽ വരുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ എമൗണ്ട് ഇരു സൈഡിലും നമ്മൾ രേഖപ്പെടുത്തി 9500. 9500. ഈ 9500ൽ നിന്ന് കുറവുള്ള സംഖ്യ 3000, 3600, 4300, 4800 കുറയ്ക്കുക. 4800 കുറയ്ക്കുക. കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടിയത് 4700. അത് കുറവുള്ള സൈഡിൽ തന്നെ എഴുതുക. വീണ്ടും പിന്നെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് രേഖപ്പെടുത്തേണ്ടതില്ല. 4700. ഇതാണ് ബാങ്ക് അക്കൗണ്ടിന്റെ ബാലൻസ്. ഇതെന്ത് ചെയ്യുക? ഇനി അടുത്ത ദിവസത്തേക്ക് ബ്രോഡ് ഓൺ ചെയ്തിടുക. ഫെബ്രുവരി 1, 4700. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.